സോണിയാഗാന്ധിക്കെതിരായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ ആടിയുലഞ്ഞ പാർലമെന്റ് ലോക്സഭയിൽ ബിജെപിയും രാജ്യസഭയിൽ കോൺഗ്രസും വിഷയം ഉന്നയിച്ചു. സോണിയാഗാന്ധിക്കെതിരായ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസ്താവനയിൽ രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടു. ആരോപണത്തിന് പിന്നിൽ ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന വാദം നിരാകരിച്ച് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ്, രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബി.ജെ.പി. കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളെ തടുക്കുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് രാജ്യസഭയിലടക്കം കയ്യാങ്കളിയുടെ വക്കിലേക്ക് ഒക്കെയും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? തീർച്ചയായും പ്രജീഷ്, രാജ്യസഭയാണ് ഈ വിഷയം ഏറെ പ്രക്ഷുബ്ധമാക്കിയത്. രാജ്യസഭയിൽ കോൺഗ്രസിന്റെ നേതാവ് ഗുലാം നബി ആസാദ് തന്നെ വിഷയം ആദ്യം അവതരിപ്പിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോൺഗ്രസ് പങ്കുണ്ട തരത്തിൽ വാർത്ത വരുന്നു. ഇതിനു പിന്നിൽ കേന്ദ്ര സർക്കാരാണ് എന്നായിരുന്നു ഗുലാം നബി ആസാദിന്റെ ആരോപണം. ഇതിനു പിന്നാലെ നോട്ടീസ് നൽകിക്കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി വിഷയം അവതരിപ്പിച്ചു. സ്പീക്കർ തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചു. സുബ്രഹ്മണ്യസ്വാമി സോണിയാഗാന്ധിയുടെ പേര് എടുത്തു പറഞ്ഞു. സോണിയാഗാന്ധിയാണ് ഈ കരാറിന് പിന്നിലെന്ന് പറഞ്ഞു. പക്ഷേ ഇതേറെ ബഹളത്തിന് ഇടയാക്കുകയും ചെയ്തു. കാരണം സഭയിൽ ഇല്ലാത്തൊരു നേതാവിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നായിരുന്നു കോൺഗ്രസ് ആരോപണം. കോൺഗ്രസ് ഇതേ തുടർന്ന് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിന്ന് 2 തവണ നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം ചെയറിലെത്തിയ ഡെപ്യൂട്ടി സ്പീക്കർ ഇക്കാര്യത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ശാസിച്ചു. കാരണം മറ്റൊരു സഭയിലുള്ള നേതാവിന്റെ പേര് ഇക്കാര്യത്തിൽ പറയാൻ പാടില്ല എന്നായിരുന്നു സ്പീക്കറിന്റെ നിലപാട്. ഇതിനിടയിൽ തന്നെ അരുൺ ജെയ്റ്റ്ലി ഇക്കാര്യത്തിൽ നിലപാടുമായി രംഗത്തെത്തി. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് ഇതിന് പിന്നിൽ കൈക്കൂലി ഉണ്ട്, അതിന് പിന്നിലുള്ളവരെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ആരോപണത്തിന് പിന്നിൽ ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് എന്ന ആരോപണം തന്നെ തീർത്തും വ്യാജമാണ്. ഇതിന് പിന്നിലെ കൈക്കൂലിക്കാരെ ശിക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ കൈക്കൂലി വാങ്ങിയവർക്ക് എന്ത് ശിക്ഷയാണുള്ളത് എന്നൊക്കെ അരുൺ ജെയ്റ്റ്ലിയും ചോദ്യം ഉന്നയിച്ചു. ഇത് തന്നെ ഈ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള വാഗ്വാദത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ഇപ്പോൾ ലോക്സഭയിലാകട്ടെ ചോദ്യോത്തരവേള കഴിഞ്ഞു, ശൂന്യവേളയിലേക്ക് കടന്നു. ശൂന്യവേളയിൽ ഈ വിഷയം ബി.ജെ.പി. അവതരിപ്പിച്ചു. പക്ഷേ സ്പീക്കർ ഇതിന് അടിയന്തര പ്രമേയത്തിന് അടക്കമുള്ള വിഷയങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ അനുമതി നിഷേധിച്ചു. സന്തോഷ്, ഇക്കാര്യത്തിൽ എന്തായാലും പാർലമെന്റിൽ ബി.ജെ.പി. ഉയർത്തിവിടുന്ന സുബ്രഹ്മണ്യസ്വാമി അടക്കം നടത്തിയ എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസത്തെയൊക്കെയുള്ള പ്രതിഷേധങ്ങളെ ഇന്നിപ്പോൾ ഈ വിഷയം ഉന്നയിക്കുന്നു. അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളെ തടുക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായി എന്തായാലും ബി.ജെ.പി. ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും പ്രജീഷ്, കാരണം ഉത്തരാഖണ്ഡ് സർക്കാരിനെ പിരിച്ചുവിട്ടു. കൂടാതെ JNU വിഷയം അടക്കമുള്ളവയിൽ ഏറെ പ്രതിരോധത്തിലാണ് ബി.ജെ.പി. സർക്കാർ. അവർക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു പിടിവള്ളിയാണ് ഇപ്പോൾ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാട്. അതാണ് ഇന്ന് ഇരു സഭകളിലും കണ്ടത് തന്നെ. ലോക്സഭയിലാകട്ടെ മീനാക്ഷി ലേഖി, അനുരാഗ് ഠാക്കൂർ തുടങ്ങിയവരെ നേരത്തെ തന്നെ ബി.ജെ.പി. നിശ്ചയിച്ചു വിഷയം അവതരിപ്പിക്കാൻ. രാജ്യസഭയിൽ സുബ്രഹ്മണ്യസ്വാമി ആകട്ടെ ഇന്നലെയാണ് രാജ്യസഭാ അംഗമായി സ്ഥാനമേറ്റത്. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഏൽപ്പിച്ച ചുമതല ഇതായിരുന്നു. ഇന്ന് സുബ്രഹ്മണ്യസ്വാമി ഇത് നോട്ടീസ് നൽകി ഈ വിഷയം അവതരിപ്പിച്ച് ഏറെ ആളിക്കത്തിക്കുകയും ചെയ്തു. അതായത് ഏറെ പ്രകോപനപരമായ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് കൂടുതൽ ഈ കോൺഗ്രസിനാകട്ടെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായി പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി സഭാ നടപടികൾ തടസ്സപ്പെടുത്തേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ഇപ്പോൾ പാർലമെന്റിൽ നിന്നും സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ നിലപാട് പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ല, എന്റെ പേര് അവർ എന്തിനു വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ, പക്ഷെ ഇക്കാര്യത്തിൽ ഭയമില്ല എന്നാണ് ഇപ്പോൾ സോണിയാഗാന്ധി പാർലമെന്റിൽ പ്രസ്താവന മാധ്യമങ്ങളെ കണ്ട് നടത്തിയിരിക്കുന്നത്. കൂടാതെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു കേസ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടുമായി ബന്ധപ്പെട്ടില്ല, ഇക്കാര്യത്തിൽ പാർട്ടി കൂടുതൽ വിശദീകരണം നൽകും എന്നാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതീക്ഷ സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ. പാർലമെന്റിനകത്തെ പ്രതിപക്ഷ ബഹളം, ഒപ്പം തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിഷയം ഉയർത്തി ബി.ജെ.പി. കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ നിലപാട് സ്വീകരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് 2 മണിക്ക് പരിഗണിക്കും. കേസിൽ രാഷ്ട്രപതി ഭരണം സംബന്ധിച്ച് ഇടക്കാല ഉത്തരവുണ്ടായേക്കും. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച കോടതി രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ മുഴുവൻ പകർപ്പ് ലഭ്യമാക്കാനും നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയും മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകരും കോൺഗ്രസ് നേതാക്കളുമായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും ഹാജരാകും. ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിനെതിരെ മൃഗക്ഷേമ സംഘടനകൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഇക്കഴിഞ്ഞ തൃശൂർ പൂരത്തിന് മുറിവേറ്റ ആനകളെയാണ് എഴുന്നള്ളിച്ചതെന്നും ആനകൾ ക്രൂരപീഡനം ഏറ്റിരുന്നുവെന്നും മൃഗസംരക്ഷണ ബോർഡ് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കൊല്ലം വെടിക്കെട്ട് ദുരന്തത്തിൽ
110 പരം ആളുകൾ മരിച്ച സാഹചര്യത്തിൽ വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും ഉത്സവങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നത്. ബാങ്കുകൾ കോടിക്കണക്കിന് രൂപയുടെ കിട്ടാക്കടം എഴുതിത്തള്ളിയ കേസിൽ കേന്ദ്ര സർക്കാരിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും സുപ്രീം കോടതിയുടെ വിമർശനം. കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിലവിലെ സംവിധാനത്തിൽ മാറ്റം വരുത്താനുള്ള നിയമനിർമ്മാണം നടന്നുവരികയാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. 1 ലക്ഷത്തിലധികം കോടി രൂപ ബാങ്കുകൾ കിട്ടാക്കടമായി എഴുതിത്തള്ളിയെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നേരത്തെ കേന്ദ്ര സർക്കാരിനും റിസർവ് ബാങ്കിനും നോട്ടീസ് അയച്ചിരുന്നു. കേസ് പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാരിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും വിമർശനം നേരിടേണ്ടി വന്നത്. കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള സംവിധാനത്തിൽ കാര്യമായ തകരാറുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്രയും വലിയ തുക എഴുതിത്തള്ളുന്നത് തടയാനുള്ള നടപടി വേണം. ഇതിനായി സർക്കാർ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചാൽ കോടതി അത് സ്വാഗതം ചെയ്യുമെന്നും ചീഫ് ജസ്റ്റിസ് TS താക്കൂർ വ്യക്തമാക്കി. കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള സംവിധാനങ്ങളിൽ മാറ്റം വരുത്താനുള്ള നിയമനിർമ്മാണം നടന്നുവരികയാണെന്ന് സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ കോടതിയെ അറിയിച്ചു. കിട്ടാക്കടത്തിന്റെ കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പാവപ്പെട്ട കർഷകർ ബാങ്കുകളുടെ സമ്മർദ്ദം മൂലം കൃഷിഭൂമി വിറ്റ് ലോൺ തിരിച്ചടക്കുമ്പോൾ വ്യവസായികളുടെ കോടിക്കണക്കിന് രൂപ എഴുതിത്തള്ളുന്നത് കടുത്ത വിവേചനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ജൂലൈ 19 കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഈ വർഷത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. 96.59% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിലും കുറവ് വയനാട്ടിലുമാണ്. 1207 സ്കൂളുകൾ 100% വിജയം നേടി. 22,879 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ചീഫ് സെക്രട്ടറി PK മോഹന്തിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. Total number of students registered for SSLC 4,74,289. Total number who have appeared 4,73,803. Students passed 4,57,654. Percentage 96.59%. കഴിഞ്ഞ വർഷം 98.57 ആയിരുന്നു. പക്ഷേ ഈ കൊല്ലത്തെ പെർസെൻറ്റേജ് 96.59% ആണ്. Number of schools with 100% pass 1207. 1207. Number of students having A+ grade in all subjects 22,879. വിശദാംശങ്ങൾ ഷീജ നൽകും. ഷീജ, ഫലപ്രഖ്യാപനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ. പ്രജീഷ്, ഈ വർഷം SSLC പരീക്ഷ എഴുതിയ 4,73,803 വിദ്യാർത്ഥികളിൽ 4,57,654 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് അർഹത നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 2% വിജയശതമാനം ഇത്തവണ കുറഞ്ഞിരിക്കുന്നത്. ഈ വർഷം 96.59 എന്നുള്ളതാണ് വിജയശതമാനം. കഴിഞ്ഞ വർഷം ഇത് 98.57% അതേപോലെ തന്നെ ഈ വർഷം 22,879 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയത്തിനും A+ നേടിയിരിക്കുന്നത്. വിജയശതമാനം കൂടിയ ജില്ല പത്തനംതിട്ടയും കുറഞ്ഞ ജില്ല വയനാടുമാണ്. എന്നാൽ വിജയശതമാനം കൂടിയ വിദ്യാഭ്യാസ ജില്ല മൂവാറ്റുപുഴയും കുറഞ്ഞ വിദ്യാഭ്യാസ ജില്ല വയനാടുമാണ്. 1207 സ്കൂളുകളാണ് 100 വിജയം നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 26,642 പേർക്ക് ഗ്രേസ് മാർക്കും ഇത്തവണ നൽകിയിട്ടുണ്ട്. പ്രൈവറ്റായി പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീമിൽ 58.07%, പുതിയ സ്കീമിൽ 57.61% വിജയം. SSLCയുടെ എല്ലാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം മെയ് 4 വാരം മുതൽ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും വിതരണം ചെയ്യുമെന്ന് DPI വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 23 മുതൽ 27 വരെയാണ് സേ പരീക്ഷകൾ നടക്കുക. അതോടൊപ്പം തന്നെ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയവും സൂക്ഷ്മ പരിശോധനയും എന്നിവയ്ക്കായി ഏപ്രിൽ 29 മുതൽ മെയ് 4 വരെയായി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാമെന്നും DPI വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. കൊച്ചിയിൽ അയൽവാസിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിച്ചിയുടെ മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ബ്രോഡ്വേ സെന്റ് മേരീസ് ബസലിക്ക പള്ളിയിൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തിയിരുന്നു. മദ്യവും മയക്കുമരുന്നും വ്യാപകമാകുന്ന തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും റിച്ചിയുടെ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു.
ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടിക്കുന്നൊരു അവസ്ഥ, ഇതിനൊരു ദുർമരണം സംഭവിക്കുന്നത് നമുക്ക് ആർക്കും സഹിക്കാവുന്നതല്ല. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അന്യരായ അപരിചിതരായ ആളുകളെ കുട്ടികൾ നമ്മൾ സമീപിക്കുമ്പോൾ പരിചയപ്പെട്ട അടുത്തുള്ള ഒരു പരിചയക്കാരൻ തന്നെയായിരിക്കും. എന്നാലും അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക, അവരെ പറ്റി എന്തെങ്കിലും സൂചനകൾ അധികൃതരായ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുക. എന്നിരുന്നാലും നമ്മുടെ നിയമങ്ങളിൽ വളരെ ഒരുപാട് ലിബറലായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇതിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. കോൺഗ്രസിലെ ഐ വിഭാഗവും UDFും 1980-ൽ RSSും ജനസംഘവും ഉൾപ്പെടുന്ന ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 1977-ൽ ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ പേരിൽ CPMനെ കുറ്റപ്പെടുത്തുന്ന മുഖ്യമന്ത്രി കോൺഗ്രസിലെ ഐ വിഭാഗം സമാന സഖ്യത്തിൽ പങ്കാളികളായ കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഈ പ്രതികരണം. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാസർഗോഡ് പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി CPMന്റെ പഴയകാല RSS BJP ബന്ധം വിസ്മരിക്കരുതെന്ന് അഭിപ്രായപ്പെട്ടു. RSSും ജനസംഘവും ഉൾപ്പെട്ട ജനതാ പാർട്ടിയുമായി 1977-ൽ CPIM സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നും VP സിംഗ് സർക്കാരിനെ BJPയും CPIMും ഒന്നിച്ച് പിന്തുണച്ചുവെന്നും ബീഹാറിൽ BJPക്കെതിരെയുള്ള മഹാസഖ്യത്തിൽ നിന്ന് CPIM മാറി നിന്നുവെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആക്ഷേപം. 77-ലെ തെരഞ്ഞെടുപ്പ് ഈ കാസർഗോഡ് സാക്ഷ്യം വഹിച്ചതല്ലേ? KG മാരാര് എവിടുന്നാ മത്സരിച്ചത്? BJPയുടെ പേര് നിൽക്കുമ്പോഴല്ലേ ഇന്നത്തെ ഫോട്ടോ ഭീഷണത്തിൽ വന്നിട്ടുണ്ട്. EMSും വാജ്പേയിയും ജ്യോതി ബാസുവും LK അദ്വാനിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ 89-ലെ VP സിംഗിനെ പ്രധാനമന്ത്രിയാക്കാനായിട്ട്. ബീഹാറിൽ പോലും മതേതരത്വ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചില്ല. 1980-ൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേരളത്തിൽ RSSും ജനസംഘവും അടങ്ങുന്ന ജനതാ പാർട്ടിയുമായി പരസ്യമായി സഖ്യമുണ്ടാക്കിയ കാര്യം മാധ്യമപ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ആ സഖ്യത്തിൽ താൻ ഉൾപ്പെട്ടിരുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. 1980-ൽ രാമണ്ണായി ആദ്യമായി വിജയിക്കുകയാണ് ലോക്സഭയിൽ. എതിർ സ്ഥാനാർത്ഥി രാജഗോപാലാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഒരു വിഭാഗവും ഇന്നത്തെ UDFന്റെ അപ്രാഗ്രഹവും അതൊക്കെ രാജഗോപാലിനാണ്. ഏതായാലും ഞാനില്ലല്ലോ. 1980-ൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ RSSും ജനസംഘവും ഉൾപ്പെട്ട ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു O രാജഗോപാൽ. എതിരാളിയായിരുന്ന LDFിലെ CPIM സ്ഥാനാർത്ഥി M രാമൻ റൈ വൻ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ നിന്ന് അന്ന് വിജയിച്ചത്. O രാജഗോപാലിന് അന്ന് K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF പരസ്യമായ പിന്തുണയാണ് നൽകിയത്. UDFന് കാസർഗോഡ് അന്ന് സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങളത്ത് UDF ജനതാ പാർട്ടി സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് BJP സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KG മാരാർ. 1980-ലെ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭാഗമായിരുന്ന ആന്റണി കോൺഗ്രസിന്റെ നേതാവായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി. കോൺഗ്രസിലെ ഇന്നത്തെ ഐ വിഭാഗം RSSും ജനസംഘവും ഉൾപ്പെടുന്ന ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യത്തെ തള്ളിപ്പറയുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത്. എന്നാൽ 1991-ൽ K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നേതൃത്വം നൽകിയ കോൺഗ്രസ് BJPയുമായി ചേർന്നുണ്ടാക്കിയ കോലീബി സഖ്യം മറ്റൊരു ചരിത്ര സത്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉമ്മൻചാണ്ടി മദ്യമാഫിയയുടെ ഏജന്റാണെന്ന K മുരളീധരന്റെ പ്രസ്താവന സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. 10 വർഷം മുൻപ് കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്നതിന് മുൻപാണ് K മുരളീധരൻ ഗുരുതരമായി ഈ ആരോപണം ഉന്നയിച്ചത്. അടിവരയിട്ട് ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയയുടെ ഏജന്റാണ്. അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ. ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് കുടിപ്പിച്ചവരാണ്. ഉമ്മൻചാണ്ടി നിങ്ങൾ പാവപ്പെട്ട വികലാംഗനെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടവരാണ്. ഉമ്മൻചാണ്ടി തങ്ങൾ കള്ളക്കടത്തുകാരുടെയും കരിഞ്ചക്കക്കാരുടെയും ഏജന്റാണ് നിങ്ങൾ. തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നേർക്കാഴ്ചയ്ക്ക് വേദിയായി പടക്കളം വയനാട്ടിൽ. പ്രചാരണത്തിന്റെ ആവേശഘട്ടത്തിനിടയിലെത്തിയ പടക്കളത്തിൽ ചൂടേറിയ ചർച്ചകളാണ് നടന്നത്. വികസനവും പിന്നോക്കാവസ്ഥകളും ചൂണ്ടിക്കാട്ടി മുന്നണികളുടെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചും നിരവധി ആളുകളാണ് പടക്കളത്തിൽ നിരന്നത്. പടക്കളം വയനാട്ടിൽ ഇന്ന് രാത്രി 9-ന് സംപ്രേഷണം ചെയ്യും. കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് വയനാട്ടിലുള്ളത്.
എന്നാൽ മറ്റേതു ജില്ലയോടും കിടപിടിക്കുന്ന മത്സരാവേശമാണ് വയനാട്ടിലും. പ്രചാരണ രംഗത്ത് മുന്നണികൾ സജീവമായതോടെ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നതിനിടെയാണ് പടക്കളം വയനാട്ടിലെത്തിയത്. തെരഞ്ഞെടുപ്പ് ആവേശം പ്രതിഫലിച്ച ചർച്ചയിൽ ഇടതുപക്ഷത്തുനിന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം P. ഗഗാറിനും BJP പ്രതിനിധി ആനന്ദകുമാറും UDF പ്രതിനിധി DCC അംഗം KE വിനയനും പങ്കെടുത്തു. മെഡിക്കൽ കോളേജ്, രാത്രികാല ഗതാഗത നിരോധനം, ആദിവാസി ഭൂവിതരണം, തോട്ടമേഖലയുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പടക്കളത്തിൽ ചർച്ചയായി. അവകാശവാദങ്ങളും ചോദ്യങ്ങളും ചൂടേറിയതോടെ പലപ്പോഴും പ്രവർത്തകർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ പടക്കളവേദിയെ ശബ്ദമുഖരിതമാക്കി. വയനാട്ടിലെ 3 മണ്ഡലങ്ങളുടെയും പൊതുവായ പ്രശ്നങ്ങളും വികസനവും പോരായ്മകളുമെല്ലാം ചർച്ച ചെയ്ത പടക്കളത്തിൽ ജില്ലയിലെ പൊതുവായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും കടന്നുവന്നു. കേരളം തന്നെ ചർച്ച ചെയ്ത ഇവിടെ നിന്നുള്ള പല വിഷയങ്ങളോടുമുള്ള മുന്നണികളുടെ സമീപനങ്ങളും നിലപാടുകളുമെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പടക്കളം വേദിയായി. വയനാട്ടിൽ നിന്നും അനൂപ് കെആർ. പുനലൂർ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ കയ്യാങ്കളി. DCC പ്രസിഡന്റ് കൊടിക്കുന്ന് സുരേഷിനെ മുൻ DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ മർദ്ദിച്ചു. അച്ചടക്ക നടപടി നേരിട്ട കെട്ടിടത്തിൽ സുലൈമാൻ പുനലൂരിൽ റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കും. പുനലൂർ നിയോജക മണ്ഡലത്തിലെ കൺവെൻഷനിടെയായിരുന്നു സംഘർഷം. വേദിയിൽ പ്രസംഗിക്കാനെത്തിയ DCC പ്രസിഡന്റ് കൊടിക്കുന്ന് സുരേഷിനെതിരെ മുൻ DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ പ്രതിഷേധവുമായി എണീറ്റു. വേദിയിൽ നിന്ന് ഐ ഗ്രൂപ്പ് പ്രാദേശിക നേതാവായ കെട്ടിടത്തിൽ സുലൈമാൻ ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടതോടെയായിരുന്നു പ്രതിഷേധം ഉയർന്നത്. വാക്കുതർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചു. മർദ്ദനമേറ്റ കൊടിക്കുന്നിൽ സുരേഷ് പ്രസംഗിക്കാതെ വേദി വിട്ടു. പരിപാടി അലങ്കോലപ്പെടുത്തുകയും DCC പ്രസിഡന്റിനെ മർദ്ദിക്കുകയും ചെയ്തതിന് 6 വർഷത്തേക്ക് കെട്ടിടത്തിൽ സുലൈമാനെ കോൺഗ്രസ് പുറത്താക്കി. ഇതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ കെട്ടിടത്തിൽ സുലൈമാൻ UDF റിബൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയായി നാളെ നോമിനേഷൻ നൽകുന്നു. ഇന്ന് നോമിനേഷൻ പേപ്പർ വാങ്ങിക്കും. ഞാൻ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കൂടാതെ ഞാൻ മത്സരിക്കാനിടയായ കാരണം പുനലൂരിലെ 2 പ്രമുഖരായ നേതാക്കൾ ഈ പാർട്ടി നശിപ്പിക്കുന്നതിനെ പ്രതിഷേധിച്ചാണ്. ഈ പാർട്ടിയെ വേണ്ടി വിശ്വസിച്ച് ഈ പാർട്ടിയിൽ അണിചേർന്ന് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ കുറേ ചെറുപ്പക്കാരും പാർട്ടിക്കാരും അവരെ അവഗണിക്കുന്നു. ഇവർ കാലാകാലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നു, സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. മുസ്ലിം ലീഗിലെ യൂനിസ് കുഞ്ഞാണ് പുനലൂരിലെ UDF സ്ഥാനാർത്ഥി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിനിമാ മേഖലയിലെ സമരങ്ങൾ വീണ്ടും കോടതി കയറുന്നു. ടിക്കറ്റിംഗ്, സെസ് എന്നിവയ്ക്കെതിരെ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സമരം തുടർന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും വ്യക്തമാക്കി. ഫെഡറേഷന്റെ അനാവശ്യ സമരങ്ങൾ സിനിമാ മേഖലയെ തകർക്കുന്നതാണെന്നും ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. ടിക്കറ്റിംഗ്, സെസ് എന്നിവയുടെ പേരിൽ ഈ മാസം 7-ന് സൂചനാ സമരം നടത്തിയ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അടുത്ത മാസം 2 മുതൽ അനിശ്ചിതകാലത്തേക്ക് തിയേറ്ററുകൾ അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 7-ാം തീയതിയിലെ സമരം കലി, കിങ് ലെയർ, ഡാർവിൻ്റെ പരിണാമം തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷനിൽ വലിയ നഷ്ടമുണ്ടാക്കിയ വേളയിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചാൽ നിർമ്മാതാക്കളും വിതരണക്കാരും പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിലാണ് ഫെഡറേഷനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് G. സുരേഷ് കുമാർ പറഞ്ഞു. തിയേറ്ററുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുക എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് ഭീമമായ നഷ്ടവും പ്രൊഡ്യൂസർക്കും ഡിസ്ട്രിബ്യൂട്ടറിനും ഭീമമായ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. ഇനി ഇവരങ്ങനെ സമരമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ കോടതിയിലോ കോമ്പറ്റീഷൻ കമ്മീഷനിലോ ഒക്കെ ഞങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോകാനും ഒക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. സിനിമാ മേഖലയ്ക്ക് ഏറെ ഗുണകരമായ ടിക്കറ്റിംഗ് സംവിധാനം അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കറും വ്യക്തമാക്കി. യോഗത്തിൽ M. രഞ്ജിത്ത്, ആൻഡോ ജോസഫ്, കല്ലിയൂർ ശശി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുംബൈ മോണോറെയിൽ പദ്ധതി പ്രതിദിനം നേരിടുന്നത് 8 ലക്ഷം രൂപയുടെ നഷ്ടം. റൂട്ട് തിരഞ്ഞെടുത്തതിലെ അപാകതയും പദ്ധതി ചെലവുമാണ് പദ്ധതി കനത്ത നഷ്ടത്തിലാകാൻ കാരണം. കൃത്യമായ ആസൂത്രണം ഇല്ലാതെയുള്ള നിർമ്മാണവും യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയാത്തതും മോണോറെയിലിനെ നഷ്ടത്തിലാക്കിയെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും മെച്ചപ്പെട്ട യാത്രാ സൗകര്യവും ലക്ഷ്യം വെച്ചാണ് രാജ്യത്തെ ആദ്യത്തെ മോണോറെയിൽ പദ്ധതി തുടങ്ങിയത്. എന്നാൽ പദ്ധതി ആരംഭിച്ച് 2 വർഷം പിന്നിട്ടപ്പോൾ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം മോണോറെയിൽ ഓടിക്കുന്നത് വഴി ഓരോ ദിവസവും ഉള്ള നഷ്ടം 8.5 ലക്ഷം രൂപ. ശരാശരി 16,000 പേർ മാത്രമാണ് പ്രതിദിനം യാത്രയ്ക്കായി മോണോറെയിൽ തിരഞ്ഞെടുക്കുന്നത്. 1000 കോടി രൂപ മുതൽ മുടക്കിയാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. പദ്ധതി ചെലവിന് ആനുപാതികമായി യാത്രക്കാരുടെ എണ്ണവും വരുമാനവും വർദ്ധിക്കാത്തതാണ് മോണോറെയിലിനെ നഷ്ടത്തിലാക്കിയത്. കൃത്യമായ ആസൂത്രണം ഇല്ലാതെയുള്ള നിർമ്മാണവും വർദ്ധിച്ച പദ്ധതി ചെലവും മുംബൈ മോണോറെയിലിനെ നഷ്ടത്തിലാക്കിയെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 2010 പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതി 3 വർഷം വൈകി 2013 മാത്രമാണ് പൂർത്തിയായത്.
പദ്ധതി ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമായിട്ടില്ല. റൂട്ട് തിരഞ്ഞെടുത്തതിലെ അപാകതയും മോണോ റെയിൽ പോകുന്ന വഴിയിൽ കാര്യമായ വാണിജ്യ കേന്ദ്രങ്ങൾ ഇല്ലാത്തതും യാത്രക്കാരുടെ എണ്ണം കുറയാനുള്ള കാരണമായി. മഹാലക്ഷ്മിക്കടുത്ത ജേക്കബ് നഗർ വരെയുള്ള പാത ദീർഘിപ്പിക്കൽ പൂർത്തിയായാൽ യാത്രക്കാരുടെ എണ്ണം കൂടുമെന്നും ലാഭത്തിലാകുമെന്നുമാണ് മുംബൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പ്രതീക്ഷ. ബ്യൂറോ, ദില്ലി. ബാർക്കോഴ കേസിൽ ക്രൈംബ്രാഞ്ച് ബിജു രമേശിന്റെ മൊഴിയെടുക്കുന്നു. SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. സജീഷ് എം ആർ ചേരുന്നു. സജീഷ്, വിശദാംശങ്ങൾ. രജീഷ്, ബാർക്കോഴ കേസ് ഒരു ഗൂഢാലോചനയാണെന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകുന്നുള്ളൊരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. സുകേഷിനും പരാതിക്കാരനായ ബിജു രമേശും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന വിജിലൻസിന്റെ റിപ്പോർട്ടിന്മേലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ട് 2 മാസം പിന്നിടുന്നു. ഒരു തരത്തിലുള്ള അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. ഇന്ന് ആദ്യമായാണ് ബിജു രമേശിന്റെ മൊഴി പോലും എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ കേസ് വന്നിരുന്നു. KM മാണിയെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് മാണി കൊടുത്ത കേസിൽ സുകേശൻ ഗൂഢാലോചന നടത്തിയാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ സുകേഷിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, എന്തായി എന്ന ചോദ്യത്തിന് ഇത് ഗൂഢാലോചനയാണെന്നും അന്വേഷണം നടക്കുകയാണെന്നും മറുപടി നൽകി ഹൈക്കോടതി അന്വേഷണ സംഘത്തെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഒരു റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തട്ടിക്കൂട്ടുന്നതിനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയേക്കും. പ്രജീഷ്. MR സജീഷാണ് വിവരങ്ങൾ നൽകിയത്. വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയ്ക്കും ജാതി വിവേചനത്തിനുമെതിരെ നടന്ന ഇടത് യുവജന വിദ്യാർത്ഥി സംഗമം വൻ ജനപങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായി. മുംബൈ ചെമ്പൂർ ആദർശ വിദ്യാലയത്തിൽ നടന്ന സംഗമത്തിൽ ആവേശം നിറച്ചാണ് കനയ്യകുമാർ അവിടെ എത്തിയത്. രാജ്യത്തിലെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിലെ നിറഞ്ഞ സദസ്സിലേക്കാണ് ആവേശം പകർന്ന് കനയ്യകുമാർ എത്തിയത്. തുടങ്ങിവെച്ച സമരം അവസാനിപ്പിക്കില്ലെന്നും വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടുന്ന വലിയ പ്രസ്ഥാനമായി ഇതിനെ വളർത്തിയെടുക്കുമെന്നും പറഞ്ഞ കനയ്യകുമാറിന്റെ വാക്കുകൾ ആരവങ്ങളിലൂടെ അലയടിച്ചു. राजनीति हमारे लिए आंदोलन है। हम आंदोलन की सत्ता को खड़ा करना चाहते हैं और इस देश के अंदर जो ऊंच नीच है, जो ब्राह्मणवाद है, हम उसको चुनौती देना चाहते हैं, हम उसको परास्त करना चाहते हैं। ये हमारी लड़ाई है। कुछ लोग कहते हैं कि आप सिर्फ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമര നേതാവ് നാച്ചിമുത്തുവും സംസാരിച്ചു. വിദ്യാർത്ഥികൾ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുമെന്നും അത്തരത്തിൽ രാജ്യം മുഴുവൻ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുമെന്നും അലഹബാദ് യൂണിവേഴ്സിറ്റി യൂണിയൻ നേതാവ് റിച്ച സിംഗ് പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്കും ജാതി വിവേചനത്തിനുമെതിരെ നടന്ന ഇടത് യുവജന വിദ്യാർത്ഥി സംഗമം വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ജസ്റ്റിസ് കൊൽസെ പാട്ടീൽ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യം ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരാണെന്ന് തീസ്ത സെത്തൽവാദ് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി ആവർത്തിക്കുന്ന മൗനം ആ പ്രവർത്തനത്തിനുള്ള പിന്തുണയാണ്. എന്നാൽ ഹനുമാൻ ജയന്തിക്ക് ആശംസ അർപ്പിക്കാൻ പ്രധാനമന്ത്രി മറക്കാറില്ലെന്നും തീസ്ത പറഞ്ഞു. കനയ്യകുമാർ മുംബൈയിൽ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലപ്പെടുത്തുമെന്ന ഭീഷണി നിലനിൽക്കെ കനത്ത പോലീസ് സംരക്ഷണത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ജമ്മു കാശ്മീർ വിഷയം ഇപ്പോഴും മുഖ്യ പ്രശ്നമായി നിലനിൽക്കുന്നുവെന്ന് പാകിസ്ഥാൻ. കാശ്മീർ വിഷയം സെക്രട്ടറിതല കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചുവെന്നും പാക് ഹൈക്കമ്മീഷണർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ അന്വേഷണവും മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണയും വേഗത്തിലാക്കണമെന്ന് ഇന്ത്യ സെക്രട്ടറിതല ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കറും പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൌധരിയും തമ്മിൽ ദില്ലി ഹൈദരാബാദ് ഹൌസിൽ നടന്ന ചർച്ച 1.5 മണിക്കൂർ സമയം നീണ്ടുനിന്നു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചയിൽ ഏർപ്പെടുന്നത്. തർക്ക വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ചയായെന്ന് പാക് ഹൈക്കമ്മീഷണർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജമ്മു കാശ്മീർ ഇപ്പോഴും മുഖ്യ വിഷയമായി തുടരുന്നു. കാശ്മീർ ജനതയുടെ ആഗ്രഹപ്രകാരവും UN രക്ഷാസമിതി പ്രമേയപ്രകാരവുമുള്ള പ്രശ്നപരിഹാരമാണ് ആവശ്യമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെക്കുറിച്ചാണ് ഇന്ത്യ ചർച്ചയിൽ ഊന്നൽ നൽകിയത്.
പത്താൻകോട്ട് ഭീകരാക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ നടത്തുന്ന അന്വേഷണവും മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണയും വേഗത്തിലാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ചാരനെന്നാരോപിച്ച് പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്ത മുൻ നാവിക ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിനെ അടിയന്തരമായി നയതന്ത്ര കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന ആവശ്യവും ഇന്ത്യ ആവർത്തിച്ചു. ഹെർട്ട് ഓഫ് ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൗധരി ഇന്ത്യയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയിലെ സൗന്ദര്യ റാണിയെ ഇന്നറിയാം. വൈകിട്ട് കൊച്ചിയിൽ നടക്കുന്ന മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ ഗ്രാൻഡ് ഫിനാലെയിൽ 18 സുന്ദരികളാണ് മാറ്റുരയ്ക്കുന്നത്. ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ സൗന്ദര്യവും കഴിവും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പെഗാസസ് ഇവന്റ് മേക്കേഴ്സ് നടത്തുന്ന മണപ്പുറം മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ 2016 18 സുന്ദരികളാണ് റാമ്പിലെത്തുന്നത്. DJ ഹാർവി സ്റ്റീവ് ഒരുക്കുന്ന സംഗീതത്തിന് ചുവടുവെച്ച് 1ാം സ്ഥാനം നേടുന്ന വിജയിക്കുള്ള സമ്മാനം മണപ്പുറം ഫിനാൻസ് നൽകുന്ന 1.5 ലക്ഷം രൂപയാണ്. രാജ്യാന്തര തലത്തിൽ നടക്കാനിരിക്കുന്ന മിസ് ഏഷ്യയിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ മത്സരമെന്ന് പെഗാസസ് ചെയർമാൻ അജിത് രവി പറഞ്ഞു. ഇപ്പോൾ ബ്യൂട്ടി പേജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിക്കിനി റൗണ്ട് അതുപോലത്തെ ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ബ്യൂട്ടി പേജൻസ് നടത്തുന്നത്. ഇതിൽ നിന്ന് വിജയിക്കുന്ന ഒരു വിജയിക്ക് മിസ് ഏഷ്യ പേജന്റിലേക്ക് മത്സരിക്കാൻ പറ്റും. മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ 6ാം പതിപ്പിൽ കേരളത്തിൽ നിന്നുള്ള ഏകതാരം കടവന്ത്ര സ്വദേശിനി അർച്ചന രവി മാറ്റുരയ്ക്കുന്നു. ഇതിനു മുമ്പ് മിസ് സൗത്ത് ഇന്ത്യ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു, കേരളത്തിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ട്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഇത്രയും നാളത്തെ ബാച്ചിൽ ഏറ്റവും ടഫസ്റ്റ് ആണ്. ഇത്രയും നാളായിട്ട് ഒരു മലയാളിക്ക് ഒരു സൗത്ത് ഇന്ത്യനോ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വർഷം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വൈകിട്ട് 6:30 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ ഫാഷൻ, സിനിമാ മേഖലയിലെ പ്രമുഖർ ജഡ്ജിമാരായി എത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഈ വർഷത്തെ റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയ പാലക്കാട് സൂര്യതാപം ഏറ്റവരുടെ എണ്ണം 100 കടന്നു. മലമ്പുഴയിൽ ഇന്നലെയാണ് 6 വർഷത്തിനിടയിൽ ഉയർന്ന താപനിലയായ 41.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പാലക്കാട് ജില്ലയിൽ ഡാമുകളിലെ ജലനിരപ്പും ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. മാർച്ച് 10 പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയത്. 1.5 മാസമായി ഇതിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. ഇന്നലെ മലമ്പുഴയിൽ രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ ഈ വർഷത്തെ ഉയർന്ന താപനിലയായ 41.9 ഡിഗ്രി സെൽഷ്യസ്. വേനൽമഴ പെയ്തില്ലെങ്കിൽ ചൂട് കൂടും എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 100-ലധികം പേർക്ക് പാലക്കാട് ജില്ലയിൽ സൂര്യതാപമേറ്റതായാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. സൂര്യാഘാതമേറ്റുള്ള ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശാരീരിക അവശതകളാൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് സൂര്യതാപമേറ്റ അഗത്യത്തറ സ്വദേശി TP ശ്രീദേവി പറഞ്ഞു. നല്ലപോലെ ബുദ്ധിമുട്ടുള്ള ചൂട് തട്ടുമ്പോൾ നീറ്റിലുണ്ടാവും. പിന്നെ അടുക്കള ചൂടൊന്നും ഒട്ടും പറ്റില്ല, അടുപ്പിലത്തെ ചൂടൊന്നും പറ്റില്ല. നല്ല ചൊറിച്ചിൽ നീറ്റിലുണ്ട്, കഠിനമായ ചൊറിച്ചിൽ, അസഹനീയമായ ചൊറിച്ചിൽ. തീപ്പൊള്ളിൻ്റെ അനുഭവം പോലുള്ളതല്ല അത്, അതും കഠിനമാണ്. നല്ല അസ്കിത തോന്നാറുണ്ട്, അതുകൊണ്ട് ഉറക്കമില്ല രാത്രി. വേനൽ കടുത്തതോടെ ജില്ലാ ഭരണകൂടം ജോലി സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയെങ്കിലും നട്ടുച്ച നേരത്തും കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കാണാനാവും. ചൂട് കൂടിയതോടെ കുടിവെള്ളക്ഷാമം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിച്ചു. കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞത് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ചൂട് പാലക്കാട്ടുകാർക്ക് പുത്തരിയല്ല. എന്നാൽ ജനജീവിതത്തെ സമസ്ത മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്ക് താപനില ഉയരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. വയനാട്ടിൽ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി വരൾച്ച. കാപ്പി, കുരുമുളക്, വാഴ എന്നിവ ഉൾപ്പെടെ വലിയ വിളനാശമാണ് നേരിടുന്നത്. വേനൽമഴയുടെ കുറവ് മിക്ക വിളകളെയും ബാധിച്ചു കഴിഞ്ഞു. കാപ്പിയും കുരുമുളകും വാഴയുമെല്ലാം ഉണങ്ങിക്കരിഞ്ഞത് ജില്ലയിലെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇത്തവണ വേനൽമഴയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവാണുണ്ടായത്. ശരാശരി 150 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്ന വേനൽക്കാലത്ത് ഈ വർഷം ഇത് 58 മില്ലിമീറ്റർ മാത്രമാണ്. അടുത്ത വർഷം കാപ്പി ഉൽപാദനത്തിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. കുരുമുളകിനും നെല്ലിനുമെല്ലാം സമാനമായ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. കൊടിയാണ് പറ്റ പോയ കൊടിയാണ്, മൊത്തം കൊടി പോയി. ഞങ്ങളൊക്കെ അക്കരെ പറമ്പിൽ ഇങ്ങനെ സൈഡിലൊന്നും ഒറ്റ കൊടിയില്ല. കബനി നദി വറ്റിവരേണ്ടതോടെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പ്രദേശങ്ങൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് തിരിച്ചടവിന് മാർഗങ്ങളില്ല. തിരുനെല്ലി പഞ്ചായത്തിലെ മിക്കയിടങ്ങളിലും പുൽപ്പള്ളി മേഖലയിലും പല പ്രദേശങ്ങളും കടുത്ത വരൾച്ചയെയാണ് നേരിടുന്നത്. ക്ഷീരകർഷകരും പ്രതിസന്ധിയെ നേരിടുന്നു. കഴിഞ്ഞ വർഷം 2500 ലിറ്റർ വരെ പാലളന്ന ക്ഷീരസംഘങ്ങൾ ഇപ്പോൾ അളക്കുന്നത് 1400 മുതൽ 1500 ലിറ്റർ വരെ മാത്രമാണ്. വയനാട്ടിൽ നിന്നും അനൂപ് KR.